അനിശ്ചിതകാല സമരത്തിനിടെ ക്രിസ്മസ് ആഘോഷിച്ച മുതലമട പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പഞ്ചായത്തിൽ ആദിവാസി ഫണ്ട് ഉൾപ്പെടെ ചെലവഴിക്കാനാകാത്ത സ്ഥിതിയെന്ന് ആരോപിച്ച ഇരുവരും അനിശ്ചിതകാല രാപ്പകൽ സമരം തുടങ്ങിയിട്ട് 10 ദിവസത്തോളമായി. പഞ്ചായത്ത് അധ്യക്ഷ പി കൽപ്പനാദേവിയും ഉപാധ്യക്ഷൻ എം താജുദ്ദീനുമാണ് സിപിഎമ്മിന്റെ രാഷ്ട്രീയ വിവേചനമെന്ന് ആവർത്തിച്ച് പഞ്ചായത്തിന് മുന്നിൽ സമരം തുടങ്ങിയത്. സമരം തുടരുന്നതിനിടയിലെത്തിയ ക്രിസ്മസ് സമരപ്പന്തലിൽ ആഘോഷമാക്കി. കേക്ക് മുറിച്ചും മധുരം പങ്കുവച്ചുമായിരുന്നു ആഘോഷം. ഷെയ്ഖ് മുസ്തഫ, മാരിയപ്പൻ നീളിപ്പാറ, കബീർ പള്ളം, സാലുദ്ദീൻ പള്ളം, അബ്ദുറഹ്മാൻ പള്ളം, കൃഷ്ണൻ, ബദറുദ്ദീൻ, അനിത, ശാന്തി തുടങ്ങി നിരവധി പേർ ആഘോഷത്തിൽ പങ്കെടുത്തു. 2024-25 വർഷത്തെ പദ്ധതികളുടെ ഫണ്ട് ചെലവഴിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ജീവനക്കാരെ സ്ഥലം മാറ്റിയും അവധിയെടുപ്പിച്ചും ജനക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥ ലോബിക്ക് സിപിഎം ഒത്താശ ചെയ്യുന്നുവെന്നും ആരോപിച്ചാണ് സമരം തുടരുന്നത്. ആദിവാസി വിദ്യാർത്ഥികളുടെ പഠനം, കുടുംബങ്ങളുടെ ക്ഷേമപ്രവർത്തനം തുടങ്ങി പല പദ്ധതികളും പാതിവഴിയിൽ മുടങ്ങിയ സ്ഥിതിയാണ്. അടിസ്ഥാന ആവശ്യങ്ങൾക്കായി പറമ്പിക്കുളത്തു നിന്നുൾപ്പെടെ സാധാരണക്കാരെത്തുമ്പോൾ ഉദ്യോഗസ്ഥരില്ലെന്ന് പറഞ്ഞ മടക്കിവിടേണ്ട സ്ഥിതിയാണ്. സിപിഎമ്മിന് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടതിന്റെ വിരോധമാണെന്നും ഏതു തരത്തിലും നീതി നേടിയെടുക്കുമെന്നുമാണ് ഭരണസമിതിയുടെ നിലപാട്. മുതലമട പഞ്ചായത്തിലെ രാപ്പകൽ സത്യാഗ്രഹ സമരം തുടരുകയാണ്. അതിനോടൊപ്പം ക്രിസ്മസ് എന്ന് പറയുന്നത് ലോകം കൊണ്ടാടപ്പെടുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ അത് ഉത്സവത്തിൽ ഞങ്ങളും പങ്കാളിയായിക്കൊണ്ട് എല്ലാവരും സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഉത്സവത്തെ ഞങ്ങളും കൊണ്ടാടുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.